മലപ്പുറത്ത് സ്ഫോടക വസ്തു പിടികൂടിയ കേസിൽ NIA നിർണായക നീക്കം. കേസിലെ മുഖ്യ സൂത്രധാരൻ ഹാരിസ് ടിയെ അറസ്റ്റിലായിരിക്കുകയാണ്. മലപ്പുറം മഞ്ചേരിയിൽ വെച്ചാണ് NIA ഇയാളെ പിടികൂടിയത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10 വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഈ സ്ഫോടക വസ്തു കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കടുപ്പിക്കുകയാണ് NIA. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? പ്രേത്തെ വലിയ വിപുലമായ ഒരു അന്വേഷണം തന്നെയായിരുന്നു ഇക്കാര്യത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം 3 പേർ പിടിയിലാകുന്നത്. ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് 10 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മലപ്പുറം മഞ്ചേരിയിൽ നിന്നാണ് ഈ ഹാരിസിനെ അറസ്റ്റ് ചെയ്യുന്നത്. പ്രധാന ഗൂഢാലോചന നടത്തിയ ആളാണ്. ഒപ്പം തന്നെ സ്ഫോടക വസ്തുക്കൾ അനധികൃതമായി സംഭരിക്കുകയും വാങ്ങുകയും എല്ലാം ചെയ്യുന്നതിൽ പങ്കാളിയായ ആളാണ് എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത്. 2026 ഫെബ്രുവരി 7-നാണ് ഈ സംഭവം. മലപ്പുറം ചെമ്മാട് തലപ്പാറ റോഡിൽ മാർത്ത ഹോളോ ബ്രിക്സ് കമ്പനിയുടെ വളപ്പിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്നും അന്ന് 89,600 സ്ഫോടക വസ്തുക്കളുടെ സ്റ്റിക്കുകളും ഒപ്പം തന്നെ 10,500 സ്റ്റോക്ക് ട്യൂബുകളുമായിരുന്നു പിടികൂടിയത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി കൂടി അന്വേഷണം ആരംഭിക്കുന്നത്. ഒരു ലോറി പരിശോധിച്ചപ്പോഴാണ് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇതിന്റെ ഒരു ഗൗരവ സ്വഭാവം മനസ്സിലാക്കിയാണ് പിന്നീട് പോലീസിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഏറ്റെടുക്കുന്നതും വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയും എല്ലാം തന്നെ ചെയ്തത്. തുടർന്നാണ് ഈ 7-ാം തീയതി ഓഗസ്റ്റ് 7-നാണ് കർണാടകയിലെ വിജയപുരിയിൽ നിന്ന് 3 പ്രതികളെ NIA അറസ്റ്റ് ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് കൂടി, പ്രധാനപ്പെട്ട ഒരു കണ്ണിയുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹാരിസ് ഉൾപ്പെടെ ഇപ്പോൾ 10 പേരാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളതെന്ന് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നു. മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് NIA. ഓക്കെ, ജിജീഷാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.